എല്ലാവർക്കും ഈ ഞായറാഴ്ച യാത്രയിലേക്ക് സ്വാഗതം. ഇത്തിരി കടുപ്പായി പോയി കേട്ടോ. ഒരു 116 കിലോമീറ്റർ ലെവൽ റോഡല്ല, നമ്മുടെ വാഗമൺ കുന്നുകളുടെ മേളിൽ കൂടെ കയറി അപ്പുറം ഇറങ്ങി ഇപ്പുറം വന്നു. കാഞ്ഞാറിന്ന് പുള്ളിക്കാനം കയറി അവിടെ നിന്ന് വാഗമൺ, പിന്നെ തങ്ങളുപാറയുടെ അവിടെ നിന്ന് താഴ്വാരത്തുള്ള ഇളങ്കാട്, പിന്നെ ഏന്തയാറ്, കൂട്ടിക്കൽ ആ സൈഡിലോട്ട് നമ്മുടെ പുതിയ റോഡിലൂടെ ഒന്ന് ഇറങ്ങി. പണി പൂർത്തിയായില്ല, എന്നാലും അതിലേ ഒന്ന് ഇറങ്ങി. പിന്നെ തിരിച്ച് ഇളങ്കാട് വന്നിട്ട് കളത്തുവ എന്ന് പറയുന്ന വലിയൊരു കുന്നിൻ്റെ മുകളിലോട്ട് കയറി അവിടെ നിന്ന് പൂഞ്ഞാർ അടിവാരം, പിന്നെ ഇങ്ങ് പൂഞ്ഞാറ് ഈരാറ്റുപേട്ട വരെ ഇറക്കാണ് കേട്ടോ, ഏറെക്കുറെ. പിന്നെ അവിടെ നിന്ന് നേരെ തൊടുപുഴ. മൊത്തം കറങ്ങി വന്നപ്പോഴത്തേക്ക് 116 കിലോമീറ്റർ. എൻ്റെ പരിപ്പിളകി. എന്താണ്, പക്ഷേ അതിമനോഹരമായ പ്രകൃതി ഭംഗികളിലൂടെയുള്ളൊരു യാത്രയാട്ടോ. എല്ലാവർക്കും സ്വാഗതം. വാ, നമുക്ക് ഒരുമിച്ച് നോക്കാം. ഞാൻ സൈക്കിൾ ഓട്ടിക്കോളാം, നിങ്ങൾ ചുമ്മാ കണ്ടിരുന്നാൽ മതി. ഓക്കേ. പുള്ളിക്കാനത്തെ മൊട്ടക്കുന്നുകളുടെ ഒരു ഭംഗി. മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ലൊരു കോട ഫീലാണേ. അങ്ങനെ വാഗമൺ ടൗണൊക്കെ അപ്പടി കുഴിയാണ്. അപ്പുറപ്പുറമൊക്കെ ഉള്ള റോഡുകളൊക്കെ നല്ലത്. എന്തുകൊണ്ടാണ് ഈ ടൂറിസ്റ്റ് സെൻ്ററിൻ്റെയൊക്കെ നടുക്ക് മാത്രം കുഴിയായിട്ട് കിടക്കണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല.
മൊട്ടക്കുന്ന് സൈഡ് അവിടെയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ പോയിട്ടുള്ളതല്ലേ. നമുക്ക് നേരെ തങ്ങൾപാറയ്ക്ക് വിടാം. നമ്മുടെ വാഗമണ്ണിൽ നിന്ന് ഇളങ്കാടിനുള്ള റോഡ് നല്ല മനോഹരമായിട്ട് പണി തീർത്ത് വരുക കേട്ടോ. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ഏറ്റവും നല്ല രസമുള്ളൊരു വഴിയാണ്. തങ്ങൾപാറ. ധാരാളം സഞ്ചാരികളുണ്ട് രാവിലെ തന്നെ തങ്ങൾപാറയിലേക്ക്. ഇത് റേഞ്ച് കാസിൽ റിസോർട്ട്. അതിൻ്റെ മുറ്റത്ത് നിന്ന് കുറച്ച് ഡ്രോൺ ഷോട്ടുകൾ എടുത്തു. ആ ക്ലിഫിൽ നിന്ന് ഭയങ്കര മനോഹരമായ ഒരു വ്യൂവിലാണ് കേട്ടോ ഈ റേഞ്ച് കാസിൽ ഇരിക്കുന്നത്. താഴ്വാരം കണ്ടുകൊണ്ട് മുറിക്കകത്ത് കിടക്കാം. അങ്ങ് താഴെ കാണുന്ന ആ വഴിക്കോടെയാണ് നമുക്ക് ഇറങ്ങി പോകേണ്ടത്. സൂപ്പർ. ഇളങ്കാട്, കൂട്ടിക്കൽ, ഏന്തയാർ, മുണ്ടക്കയം, അങ്ങനെ ആ സൈഡിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് ആ ക്ലിഫിലാണ് റിസോർട്ട് ഇരിക്കുന്നത് കേട്ടോ. നല്ല രസമാണേ. ഈ വഴിയൊന്ന് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നല്ല പ്രമുഖ ടൂറിസം ട്രാക്കായിരിക്കും കേട്ടോ. സൂപ്പർ മഴ. എൻ്റെ ചവിട്ടി പഴുത്തതൊക്കെ തണുക്കട്ടെ. ഇവിടം വരെയേ ടാറിങ് പൂർത്തിയായിട്ടുള്ളൂ. ഇനി ഗ്രാവൽ റോഡാണ്. പഞ്ചർ കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. ഏതാണ്ട് 10 കിലോമീറ്ററാണ് കേട്ടോ ആ താഴോട്ടുള്ള വഴി.
കുറച്ചുകൂടെ ഓഫ് റോഡാണ്, ഗ്രാവലിട്ട് വരുന്നേ ഉള്ളൂ. വഴിക്കൊക്കെ റിസോർട്ടുകൾ പണിയുന്നുണ്ട്. പോട്ടെ. കുറേ ഭാഗത്തൊക്കെ ഞാൻ തള്ളി ഇറക്കി കേട്ടോ, കാരണം ഈ മെറ്റലിനകത്തൊരു ടയറങ്ങ് വലിഞ്ഞിറങ്ങിപ്പോയി ടയർ കീറിപ്പോവും, മൊത്തം പണിയാവൂലേ. ഇതെല്ലാം മണിമലയാറിൻ്റെ കൈവഴികളാണ്. അങ്ങനെ നമ്മൾ വലിയന്താന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടം വരേക്കും കൂട്ടിക്കലിൽ നിന്നും ഇളങ്കാട് വഴി ഈ റോഡ് ടാർ ചെയ്ത് കയറിയിട്ടുണ്ട് നല്ല മനോഹരമായിട്ട്. ഇത് തന്നെയാണെങ്കിൽ മേളിലേക്ക് പൂർത്തിയാകാനുള്ളത്. അത് കഴിഞ്ഞാൽ ഇതൊരു സൂപ്പർ വഴിയായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഇളങ്കാടെത്തി. അവിടെ ഒരു ഹോട്ടൽ ആശ ബേക്കറി, സൂപ്പർ ഊണായിരുന്നു കേട്ടോ. അതൊന്ന് പറയാതെ പോയാൽ മോശമായിപ്പോകും. അതാ പറഞ്ഞത്. എന്താണല്ലോ ഇളങ്കാട് വന്നല്ലേ, അപ്പം നമുക്ക് ഏന്തയാറും കൂട്ടിക്കലും കൂടെ ഈ മണിമലയാറിൻ്റെ സൈഡിലൂടെ പോയെന്ന് കണ്ടിട്ട് വരാൻ തീരുമാനിച്ചു. ഏന്തയാർ ഇതാണ് കുട്ടിക്കൽ. കുട്ടിക്കൽ ഭാഗത്തുള്ള മണിമലയാറിൻ്റെ ഭംഗിയൊന്ന് കാണാം. വെള്ളമായി വരുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെയാണ് വലിയ മഴക്കാലത്ത് വെള്ളം കയറി വലിയ വിഷയങ്ങളുണ്ടാകുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അങ്ങനെ കൂട്ടിക്കൽ വന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് ഇളങ്കാടിന് തന്നെ മടങ്ങുകയാണ്. ഇത് നേരെ ഈരാറ്റുപേട്ടയ്ക്കുള്ള വഴിയാണ്, പക്ഷെ നമ്മളത് സ്കിപ്പ് ചെയ്തു. എന്നിട്ട് തിരിച്ച് വീണ്ടും ഏന്തയാർ വന്ന് ഇളങ്കാട് വന്ന് അവിടെ നിന്ന് നമ്മൾ കളത്വ എന്ന് പറഞ്ഞൊരു മലയുടെ മുകളിലേക്ക് കയറുമോ. അത് ഓട്ടോ വിളിച്ചാട്ടോ കയറിയത് 3 കിലോമീറ്റർ, അല്ലെ കയറത്തില്ല. ഈ നാരോ റോഡാണ്. അവിടെ നിന്ന് പിന്നെ പൂഞ്ഞാർ അടിവാരം വഴി ഇറക്കമാണ്. പൂഞ്ഞാറും പിന്നെ ഏതാണ്ട് ഈരാറ്റുപേട്ട വരെ ക്ലൈംബില്ല, ഇറക്കമാണെന്ന് പറയാം. അത് രസമുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ.
എന്നാ സ്റ്റീപ്പ് ഇറക്കുവാന്നറിയോ, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് തണുപ്പിച്ച് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഈ ബൈക്കിൻ്റെ ഒക്കെ ബ്രേക്ക് പോകുന്ന പോലെ തന്നെ നമ്മളുടെ ഇതിൻ്റെയും ഡിസ്ക് ബ്രേക്കാണ്, അത് ഉരി പോകും. അങ്ങനെ നമ്മളിവിടെ വഴിവെക്കിലൊരു വെള്ളച്ചാട്ടമുണ്ട്. നല്ല ആഴമുള്ളൊരു കയമാണ്, നീന്തറിയാവുന്നവർ മാത്രമേ ഇറങ്ങുള്ളൂ. അടിവാഴം എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിന് പറയുന്നത്, അടിവാഴം. അങ്ങനെ നമ്മൾ അടിവാരം വഴി പൂഞ്ഞാറിന് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ വേറൊരു പുഴയുടെ സൈഡിലെത്തും. നമ്മുടെ മീനച്ചിലാറിൻ്റെ ഒരു വഴി, 2-3 ആറ് കളത്തൂക്കട വാറ് അങ്ങനെ പലത് ചേർന്നാണ് കേട്ടോ മീനച്ചിലാറുണ്ടാകുന്നത്. അതിലോരെണ്ണത്തിൻ്റെ സൈഡിലൂടെയായി നമ്മളിപ്പോൾ യാത്ര. നല്ല ഭംഗിയുണ്ട്, ഒരുപാട് പേരൊക്കെ സഞ്ചാരികളൊക്കെ കുളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പൂഞ്ഞാർ പട്ടണത്തിലെത്തി. പിന്നെയും ഒരു മഴ. അപ്പോൾ എൻ്റെ ശരീരം ഒന്ന് ഇടയ്ക്ക് തണുപ്പിക്കാൻ വളരെ നല്ലതാണ്. ഞങ്ങൾ സൈക്ലിസ്റ്റുകൾ ഏറ്റവും ആസ്വദിക്കുന്ന ഒരു സംഗതി കേട്ടോ ഈ മഴ. എല്ലാവരും ചോദിക്കും മഴ പെയ്യുമ്പോൾ എന്നാ ചെയ്യുമെന്ന്. മഴ പെയ്യുമ്പോൾ ഞങ്ങൾ നനയും. ഏറ്റവും സുന്ദരമായിട്ട് ആസ്വദിക്കുന്ന സമയമാണ് മഴ. അങ്ങനെ നമ്മൾ ഈരാറ്റുപേട്ട എത്തി. വഴിക്ക് പിള്ളേര് റംബുട്ടാൻ വെക്കുന്നു, അവരുടെ നിന്ന് കുറച്ച് മേടിച്ച് കഴിച്ചു. പിള്ളേരെ പ്രോത്സാഹിപ്പിക്കണ്ടേ. മേലുകാവ് കയറ്റമൊക്കെ വന്നപ്പോഴത്തേക്കും ശരിക്കും ടയർഡായി കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മളുടെ തൊടുപുഴ പട്ടണത്തിലേക്ക് വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി. ഇതായിരുന്നു ഇന്നത്തെ യാത്ര, 116 കിലോമീറ്റർ. ഇത്ര നേരം യാത്രയിൽ എൻ്റെ കൂടെ ഞാൻ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം.